വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ ലൈഫിലും ഞങ്ങളുടെ ലൈഫിലൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂമെൻറ്റ് നടന്നൊരു ഡേ ആണെന്ന്. സങ്കടവും സന്തോഷവും ഒക്കെ നടന്നിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ ചോദിച്ചിട്ടില്ലായിരുന്നു മോൻ്റെ ഫോട്ടോസ് വീഡിയോസ് എന്താ ഇടാത്തതെന്ന്. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ ആ ഒരു ഫോട്ടോസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം അവൻ്റെ ഡേ ആണെന്ന്, അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വലുതായിട്ട് ആഘോഷിക്കുന്നൊന്നുമില്ല, ചെറിയ പരിപാടിയായിട്ടാണ്. വീട്ടിലുള്ളവർ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യണു, പിന്നെ ആ പരിപാടിയൊക്കെ നടത്തണു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും കൂടി ടൗണിലേക്ക് പോവുകയാണ്. എന്നിട്ട് വേണം ഡെക്കോറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നും ചെയ്തിട്ടില്ല, പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു. കാരണം അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, പിന്നെ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവനൊരു മെമ്മറബിൾ ആയിരിക്കുമല്ലോ ഇത് ഫോട്ടോസ് വീഡിയോസൊക്കെ പിന്നീട് അവനെ കാണിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ അത് വിചാരിച്ചിട്ട് എടുക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി, 2024 ഞാൻ ഫസ്റ്റ് എടുക്കുന്ന വീഡിയോ ആണിത്. അതും എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൈസ് വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇന്നത്തെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ കാണാം കേട്ടോ. ഞങ്ങൾ ടൗണിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പോട്ടെ. അപ്പം നമ്മൾ ഫസ്റ്റ് പോയിക്കുന്നത് കേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കാരപ്പറമ്പുള്ള സെലിബ്രയിലേക്കാണ് പോയത്. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കൊന്നും ചെയ്യാനുള്ള സമയമില്ല. അല്ലെങ്കിൽ രാവിലെ പറയണമായിരുന്നു. രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും അവർ ചെയ്തിടുന്നതിനും പറഞ്ഞത്. പക്ഷേ അത് ലേറ്റായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കാർഡ് വാങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും കൂടി പോയി നോക്കി റേറ്റ് കമ്പയർ ചെയ്യാമെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവൻ്റെ ഒരു ഫോട്ടോ പ്രിൻ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. ഡെക്കോർ ചെയ്യുമ്പോൾ ഫോട്ടോ ബാക്കിൽ ഒന്ന് തൂക്കിയിടാൻ വേണ്ടി അവൻ്റെ ഒരു ഫോട്ടോയും പ്രിൻ്റ് ചെയ്തിട്ടോ അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ആഗ്രഹത്തിന് അങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഏട്ടൻ അത് കട്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഡെക്കോറിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകണം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒയാസിസിനുള്ളിലാണ് കേട്ടോ. അവിടെ ഈ ഫ്ലവർ അങ്ങനെയൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ ഡെക്കോർ ബർത്ത്ഡേൻ്റെ ആനിവേഴ്സറി ഒക്കെ ഡെക്കോർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറിയതാണ്. തൂക്കിയിടാൻ ഗോൾഡാ? സ്റ്റാർസ് വേണ്ട, സ്റ്റാർസ് വേണ്ട. കർട്ടൻ എത്ര? അതെങ്ങനത്തെയാ വരുന്നത്? കർട്ടൻ വേറെ കളറില്ല കേട്ടോ. സിൽവറിൽ വൈറ്റിൽ വരുന്നില്ലേ? ഇത് വേണോ? അതൊന്നും വേണ്ട. ഇത് വേണോ? ഇത് വേണ്ട. കർട്ടനിൽ നമുക്ക് ഫാറ്റ് ലൈറ്റ് ഇട്ടാൽ പോരെ. വൈറ്റ് കർട്ടനിൽ അതൊന്നുമില്ല, വൃത്തിയുടെ വേണ്ട. ഇത് വേണ്ട കേട്ടോ. ഇതൊക്കെ മതിയില്ലേ? ബലൂണ്, ലൈറ്റ്സ് വേണ്ട. വേണ്ട. ഇങ്ങനത്തെ കാൻഡില്. അങ്ങനെ ബർത്ത്ഡേൻ്റെ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെടികൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വാങ്ങിപ്പോകും. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇതിൻ്റെ ഭ്രാന്തുള്ളതാണ്. അപ്പോൾ ഏട്ടന് ഈ റോസിൻ്റെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം നോക്കി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോയേക്കുന്നത് അവന് ഡ്രസ്സ് എടുത്ത കൂട്ടത്തിൽ സോക്സ്, ഷൂ, പിന്നെന്തായിരുന്നു, ക്യാപ്പ്. ഇത് മൂന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് തപ്പിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അതൊക്കെ ഒപ്പിച്ച് പിന്നെ നമ്മൾ കേക്ക് അടുത്ത കേക്ക് ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ. ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ പോയേക്കുന്നത് കേക്ക് സ്റ്റുഡിയോയിലാണ്. അവിടെ പോയപ്പോൾ വലുതായിട്ടൊന്നും ഇഷ്ടമായില്ല. പിന്നെ നേരെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ കാരപ്പറമ്പുള്ള സെലിബ്രയിലില്ല, എമ്മിയുടെ ഓപ്പോസിറ്റുള്ള സെലിബ്രയിലെത്തി. അവിടെ നിന്ന് കേക്ക് വാങ്ങിയപ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ടൊരു കേക്ക് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ട്.
അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ചെറിയ കുഞ്ഞ് സദ്യ പോലെയായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. ഉപ്പേരി, അവിയൽ, പിന്നെ പപ്പടം, സാമ്പാർ, അങ്ങനെ ഒരു കുറച്ച് നമ്മൾ അങ്ങനെ ആരുമില്ലല്ലോ, വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കുട്ടി സദ്യ തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇനി അടുത്ത കടമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്കറേഷൻ പരിപാടികളാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലേക്കാണ് ഉള്ളത് കേട്ടോ. പിന്നെ മറ്റേ ജനലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടേബിൾ ഇട്ടതിനെ കൊണ്ട് അത് മാറ്റണം, ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്, അതൊന്നും എന്നെ കൊണ്ടാവില്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒഴിഞ്ഞ സ്പേസാണ്. അപ്പോൾ ഇവിടെ അങ്ങോട്ടേക്ക് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത് ബ്ലൂ കർട്ടനായിരുന്നു. അപ്പോൾ നമ്മളൊരു വൈറ്റ് തീം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു വൈറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വൈറ്റ് കർട്ടൻ അവിടെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ച് ഒരു രണ്ട് വൈറ്റ് കർട്ടൻ എടുത്തിട്ടുണ്ട്. 3 ഉണ്ടായിരുന്നു കേട്ടോ, ഒന്ന് കാണാനില്ല. അങ്ങനെ ഒപ്പിച്ച് 2 ആക്കിയിട്ട് ഇടുന്നുണ്ട്. എൻ്റെ മുന്നേ ഇതാണ് വലിയ ടാസ്ക് കേട്ടോ. ആ ബലൂൺ വീർപ്പിക്കുന്ന സാധനം അല്ലെങ്കിൽ എൻ്റെ കാറ്റ് പോയിണ്ടാവേനും. അപ്പോൾ 2 കളറാണ് കേട്ടോ വാങ്ങിയത്, വൈറ്റും പിന്നെ ഗോൾഡൻ കളറും. ഗോൾഡൻ കളറാണെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയത്, പക്ഷേ വീർപ്പിച്ച് വന്നപ്പോഴത്തേക്കും ഒരു യെല്ലോ കളറൊക്കെ ആയി, ആകെ സീനായി. എന്നാലും ഒപ്പിച്ച് തൂക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റിട്ടേൺ കൊടുക്കാനോ ഒന്നും പറ്റില്ലല്ലോ, പിന്നെയും അവിടെ SM സ്ട്രീറ്റ് വരെ പോകണ്ടേ, പിന്നെ അത് വെച്ച് അങ്ങ് ഒപ്പിച്ച്. അപ്പോൾ നമ്മൾ പിൻട്രസ്റ്റ് കുറേ നോക്കിയിട്ട് അതിൽ നിന്നൊരു റെഫറൽ പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബലൂണ് വലുതും ചെറുതും ചെറുതും വലുതും അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ കാറ്റ് നിറച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ എണ്ണം പൊട്ടുന്നതുണ്ട്, കുറേ എണ്ണം കാറ്റ് പോകുന്നതുണ്ട്. അങ്ങനെയായിട്ട് നമ്മുടെ ഒരുവിധം ബലൂണൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് കഷ്ടിച്ചാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ മോനെ കാണിക്കേണ്ട, ചിലവർക്ക് ലാഗ് അടിക്കുന്നുണ്ടാവും അല്ലേ, മോനെ ഞാൻ കാണിക്കാം. ഫുൾ സെറ്റായിട്ട് കാണിക്കുമ്പോഴല്ലേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഏട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ സഹായിക്കാൻ പിന്നണിയിൽ ആൾക്കാരുണ്ട്, ഞാൻ മാത്രമല്ല. ഞാൻ മുന്നിൽ വന്നിരിക്കുന്നതേ ഉള്ളൂ. ബാക്കി പരിപാടികളൊക്കെ ക്യാമറയുടെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഗോൾഡൻ കളർ അതിന് വാങ്ങിയെന്ന്, കണ്ടില്ലേ, വീർപ്പിച്ച് വന്നപ്പോൾ ഒരു യെല്ലോ കളറായിട്ടോ. അപ്പോൾ ഏട്ടൻ കാറ്റ് നിറച്ചുകൊണ്ടിരിക്കുന്നത് ഈ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമല്ലേ, അതാണ് കേട്ടോ. അതിൻ്റെ ഹോള് കാണാനിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതിൻ്റെ മുന്നേ എൻ്റെ പിറന്നാളിനെങ്ങാനും അനിയത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ ഹോളില്ലാഞ്ഞിട്ട് വേറെ ഇടയ്ക്കോ ഹോളിട്ടിട്ട് സംഭവം പൊട്ടിപ്പോവുകയും കാറ്റ് കയറാണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, ഇവിടെയാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ കാറ്റ് നിറച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ പൊട്ടും എന്നുള്ള ലെവലിന് ഞാനിങ്ങനെ ഇരിക്കാം കേട്ടോ അവിടെ. അങ്ങനെ ഒരുവിധം സംഭവങ്ങൾക്കൊക്കെ ഇങ്ങനെ കാറ്റ് നിറച്ച്, ബലൂണുകൾക്കൊക്കെ കാറ്റ് നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് എൻ്റെ കാറ്റ് തന്നെ നിറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ്, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് മറ്റേ എന്താ പറയുക, ശ്വാസം മുട്ടിൻ്റെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ 2 ബലൂണിന് കാറ്റ് നിറച്ചാൽ എൻ്റെ കാറ്റ് പോകും, അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ എനിക്കത് ഒന്ന് തന്നെ വീർപ്പിച്ചപ്പോൾ പറ്റില്ല എന്ന് തോന്നി. പിന്നെ മറ്റേ സുനാപ്പിന്നെ എടുത്തിട്ട് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ വീർപ്പിച്ച് ഏകദേശം ഇത്രയൊക്കെ ആയ സമയത്ത് ഏട്ടൻ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടേനും. അപ്പോൾ കർട്ടൻ്റെ റോഡിലാണ് ഒരു ഇങ്ങനെ എന്താ പറയുക, ചതുരം അല്ല, ഒരു പകുതി ആർച്ച് എന്നുള്ള രീതിക്കാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. പിൻട്രസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, പിൻട്രസ്റ്റ് എന്ന് കണ്ടപ്പോൾ ഇഷ്ടമായപ്പം ആ പിക്ക് എടുത്തിട്ട് അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പിന്നെ ഞങ്ങൾ പോയിട്ട് PVC പൈപ്പ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. താഴേക്ക് വെക്കണമല്ലോ, അപ്പോൾ അത് PVC പൈപ്പിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്
അപ്പോൾ കട്ടൻ്റെ റോഡിലാണ്. കട്ടൻ്റെ റോഡിൽ ഓവർ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് താഴെ പോരും. അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മഞ്ഞ കളറാണ് ഇങ്ങനെ എടുത്തിക്കുന്നത്. മഞ്ഞ ബലൂണതിന് ഏറ്റവും കൂടുതലുള്ളതും. കാരണം വെള്ളമൊക്കെ വീർപ്പിക്കുമ്പോഴത്തേക്കും പൊട്ടി പോവുകയും ചെയ്യുക. ചിലതിന് ഓട്ട കാറ്റ് ഇതാവുന്നുമില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത തവണ നമുക്ക് ബെസ്റ്റാക്കാം. ഈ തവണ വലുതായിട്ട് കാര്യങ്ങളൊന്നുമില്ലല്ലോ. നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. പിന്നെ ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം എന്നുള്ള രീതിക്ക്. കാരണം അവന് കാണിച്ചു കൊടുക്കാമല്ലോ, ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റാക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ടേബിളൊക്കെ സെറ്റാക്കണം. ഫ്രണ്ടിൽ കേക്ക് വെക്കാനുള്ള ടേബിള്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കാണ്ട്. ടേബിൾ പുറത്താണുള്ളത്, അപ്പോൾ അവിടുന്ന് പിടിച്ച് വലിച്ചിട്ട് ഇവിടേക്ക് കൊണ്ടിടണം. അപ്പോൾ ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് കർട്ടൻ തന്നെ വിരിച്ചിടാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഏകദേശം വൈറ്റ് ഒരു ടച്ചിൽ വരുന്ന കേക്ക് തന്നെയാണ് കേട്ടോ. റെയിൻബോ കേക്കായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു കേക്കും കൂടി കിട്ടി പറഞ്ഞില്ലേ, അത് ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു കളർ ടച്ചൊക്കെ വരുന്നുണ്ട്. ഒരു വൈറ്റും ഗ്രീനും കൂടിയൊക്കെ ആയിട്ടാണ് ആ ഒരു കേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ്ട് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഫുൾ ഏട്ടനാണ് സെറ്റ് ചെയ്തത്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം മറ്റേ ഗ്ലിറ്ററി പോലത്തെ കർട്ടല്ലേ, അത് വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫെയറി ലൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഫെയറി ലൈറ്റും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ദാണ്ടേ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞു സന്തോഷം അത്രയേ ഉള്ളൂ. വലിയ കാര്യമായിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവൻ്റെ 2 ഫോട്ടോ വെച്ചിട്ടുണ്ട്, പിന്നെ 1 എന്ന് പറയുന്നതും അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് മോനെ. നിങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ ചോദിച്ച ആളിതാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി ചെറുതായിട്ട് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി ആയിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ മോൻ്റെ ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.